السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, ജുസ്ഉ അമ്മയിലെ സൂറത്തുകളാണ് വിശദീകരണ സഹിതം നാം മനസ്സിലാക്കി വരുന്നത്. അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സൂറത്തു ഷർഹാണ്. അതിനുശേഷം വരുന്ന സൂറത്തു തീൻ എന്ന 8 ആയത്തുകൾ മാത്രമുള്ള ചെറിയൊരു സൂറത്താണ്. മക്കയിൽ അവതരിച്ചിട്ടുള്ള ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനത്തെ ജുസ്ഉകളിൽ പൊതുവെ സ്വീകരിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ പടപ്പുകളെ തൊട്ട് സത്യം ചെയ്യുക എന്ന രീതിയിലാണ് ആരംഭിച്ചിട്ടുള്ളത്. ഈ സൂറത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പടച്ച ആ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുകയും അതിന് നന്ദിയുള്ളവരായി തീരേണ്ടതുണ്ട്. അല്ലാഹു തആലയെ ധിക്കരിച്ചുകൊണ്ട് അധമന്മാരായി തീരാൻ പാടില്ല. സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുറിയാത്ത പ്രതിഫലം ഉറപ്പുവരുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്ത് പാരായണം ചെയ്തതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൻ്റെ ആരംഭത്തിൽ 4 പ്രധാനപ്പെട്ട അവൻ്റെ പടപ്പുകളെ തൊട്ട് സത്യം ചെയ്തു പറയുകയാണ്. ആദ്യത്തെ ആയത്തിൽ അതിൽ 2 എണ്ണം പ്രതിപാദിച്ചിരിക്കുന്നു. വത്തീനി വസ്സൈതൂൻ. അത്തിയും ഒലിവും തന്നെയാണ് സത്യം എന്നാണ്. ആ വാവ് ആരംഭിക്കുന്ന വാവ് സഹോദരങ്ങളെ അറബി ഭാഷയിൽ പല കാര്യങ്ങൾക്കും ഒരേ ഹർഫുകൾ ഒരേ വാക്കുകൾ തന്നെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ വാവ് നമുക്ക് പ്രധാനമായും അറിയുന്ന 2 രൂപത്തിലാണ്. ഒന്ന് അത്ഫിൻ്റെ വാവ് എന്ന് പറയും, 2 കാര്യങ്ങൾ കൂട്ടി പറയുന്നതിന് വേണ്ടി. പൊതുവേ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ആൻഡ് എന്ന് ഉപയോഗിക്കുന്നത് പോലെ വാവ് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് മുഹമ്മദുൻ വസെയ്ദുൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദും സെയ്ദും, മുഹമ്മദ് ആൻഡ് സെയ്ദ് എന്നർത്ഥത്തിൽ ഉപയോഗിക്കും. അതേപോലെ വാവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് അത് ഖസമിനുള്ളതാണ്. വാവുൽ ഖസം, സത്യം ചെയ്ത് പറയാൻ ഉപയോഗിക്കും. നമുക്കറിയാവുന്നതാണ്, നമ്മളത് ചിന്തിക്കാതെ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന വാക്കും കൂടിയാണ്. വല്ലാഹി എന്ന ആളുകൾ പറയാറുണ്ട്. അത് 2 വാക്കാണ്, വാവ് അതേപോലെ അള്ളാഹു. 2 കൂടി ഒരുമിക്കുമ്പോഴാണ് വല്ലാഹി, അള്ളാഹു ആണ് സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. ഇവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല നാം നേരത്തെ പറഞ്ഞതുപോലെ അവൻ്റെ അവസാനത്തെ ജുസ്ഉകളിൽ ഒരുപാട് സൂറത്തുകളിൽ റബ്ബിൻ്റെ പടപ്പുകളെ തൊട്ട് സത്യം ചെയ്തിട്ടുണ്ട്. വശംസി വൽ ഖമർ വല്ലൈൽ വന്നഹാർ ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം അതേപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ സത്യം ചെയ്യുന്നു ചില പടപ്പുകളെ തൊട്ട്. അപ്പം അവിടെ ഈ ഖസമുമായി ബന്ധപ്പെട്ട് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെ വീണ്ടും പറയുകയാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അവകാശപ്പെട്ടിട്ടുള്ളതാണ് പടപ്പുകളെ തൊട്ട് സത്യം ചെയ്യുക എന്നുള്ള കാര്യം. എന്നാൽ അടിമകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം സത്യം ചെയ്യാൻ
അനിവാര്യമായ ഘട്ടത്തിൽ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്യാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് അശ്റക്. ആരെങ്കിലും അള്ളാഹുവിൻ്റെതല്ലാത്ത പേരിൽ സത്യം ചെയ്തു പറഞ്ഞാൽ അവൻ ശിർക്ക് ചെയ്തു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത്ര ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ ഒരു കാര്യം പറഞ്ഞിട്ട് പോലും നമ്മുടെ നാടുകളിലൊക്കെ എത്രയാണ് ആളുകളുടെ നാവുകളിൽ അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ സത്യം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അല്ല, ഉപ്പയാണ് സത്യം, ഉമ്മയാണ് സത്യം. ആളുകൾ എന്തിനെയാണോ പ്രാധാന്യത്തോടു കൂടി കാണുന്നത് അതിനെല്ലാം സത്യം ചെയ്ത് പറയാറുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ജാഹിലിയത്തിലുള്ളതാണ്. അല്ലെങ്കിൽ ചോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനാകുന്നതിന് മുമ്പ് മക്കയിലുണ്ടായിരുന്ന ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു സ്വഭാവമാണ് അവരുടെ ഉപ്പമാരെ കൊണ്ട് സത്യം ചെയ്യുക എന്നുള്ളത്. ഉപ്പയാണ് സത്യം, ഉമ്മയാണ് സത്യം. നിങ്ങൾ ചിന്തിച്ച് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി അവിടുത്തെ ദൗത്യ നിർവഹണം മക്കയിൽ കഴിഞ്ഞു, മദീനയിലെത്തി, 23 വർഷക്കാലം നബിയായി പ്രബോധനം ചെയ്തു, കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു, ഉമ്മത്തിനെ സംസ്കരിച്ചെടുത്തു. എന്നിട്ട് ഇന്ന് ഇപ്പുറത്തേക്ക് 1400-ലധികം വർഷം കഴിഞ്ഞതിന് ശേഷവും ആളുകൾ ഇപ്പോഴും ആ ജാഹിലിയത്തിലെ സ്വഭാവം വിട്ടിട്ടില്ല. ചിന്തിച്ചു നോക്കുക, ജാഹിലിയത്തിന്റെ സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു പോയിട്ട് പോലും അതിപ്പോഴും അത് പോകാതെ ആളുകളുടെ നാവിലാണ്. ഇപ്പൊ ജാഹിലിയത്തിന്റെ സ്വഭാവങ്ങൾ പലതും ഈ കാലഘട്ടത്തിൽ ബാക്കി നിൽക്കുന്നു എന്ന് കാണാൻ സാധിക്കും. ഇത്തരം ജാഹിലിയത്തിലെ സ്വഭാവങ്ങൾ മാത്രം ആളുകൾക്കിടയിൽ പ്രചരിച്ചിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല അൽ മസാഇലുൽ ജാഹിലിയ, ജാഹിലിയത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള മസലകൾ എന്ന് പറഞ്ഞിട്ട് അന്നും ഇന്നും നിലനിൽക്കുന്ന, ഒരുപോലെ നിലനിൽക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ സത്യം ചെയ്ത് പറയാന്നുള്ളത്. ബദരീങ്ങളാണ് സത്യം, ശുഹദാക്കളാണ് സത്യം, ഇന്ന ആളുകളുടെ ഒക്കെ പേര് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ പറഞ്ഞു, ഒരു തവീൽ, അതിലൊരു വ്യാഖ്യാനിക്കാൻ പഴുതില്ലാത്ത രൂപത്തിൽ പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് അശ്റക്. ആരെങ്കിലും അല്ലാഹുവിൻ്റെതല്ലാത്ത നാമത്തിൽ സത്യം ചെയ്ത് പറഞ്ഞാൽ അവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു എന്നാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക, അവൻ കാഫിറാകും എന്നല്ല. കാരണം ഷിർക്ക് 2 രൂപത്തിലുണ്ട്. ഒന്ന് ഷിർക്കുൻ അക്ബർ, 2 ഷിർക്കുൻ അസ്ഗർ. ഷിർക്കുൻ അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകേണ്ട ഇബാദത്ത് മറ്റൊരാൾക്ക് നൽകി കഴിഞ്ഞാൽ അത് ഷിർക്കുൻ അക്ബറാണ്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, പ്രാർത്ഥന അള്ളാഹുവിനോടേ പാടുള്ളൂ. അത് മറ്റൊരാളിലേക്ക് തിരിച്ചാൽ ഷിർക്കുൻ അക്ബറാണ്, ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ഇതേപോലുള്ള കാര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഉറുക്ക് കെട്ടുക, ഏലസ് കെട്ടുക, അള്ളാഹു അല്ലാത്ത ആളുടെ പേരിൽ സത്യം ചെയ്യുക പോലെയുള്ള അള്ളാഹു തആല സബബാക്കാത്ത, കാരണമാക്കാത്ത കാര്യങ്ങൾ ശരീഅത്തിൽ ഒരാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനെ ദീനിൽ നിന്നും പുറത്തു പോകുകയില്ല, മറിച്ച് അത് ഷിർക്കുൻ അസ്ഗറാണ്. എന്നാൽ ഇതെല്ലാ നിലക്കും എപ്പോഴും ഷിർക്കുൻ അസ്ഗർ മാത്രമല്ല. ഒരാൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ സത്യം ചെയ്യുന്നത് എങ്കിൽ, അതായത് ഇന്ന ഔലിയാണ് സത്യം, മൊഹീദ്ദീൻ ഷെയ്ഖാണ് സത്യം എന്ന് പറയുമ്പോൾ ഇവന്റെ മനസ്സിൽ ഇതെങ്ങാനും കളവാണെങ്കിൽ മൊഹീദ്ദീൻ ഷെയ്ഖ് എനിക്ക് ഏതെങ്കിലുമൊക്കെ നിലക്ക് ഉപകാര ഉപദ്രവങ്ങൾ ചെയ്യും എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ അത് ഷിർക്കുൻ അക്ബറാണ്, ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകും. അതല്ല, ഇത്തരം സാലിഹ്യങ്ങളെയും അമ്പിയാക്കളെയും നമ്മൾ ആദരിക്കുന്നതായ പടപ്പുകളെയൊക്കെ പേരിൽ സത്യം ചെയ്യൽ ദീനിൽ ഉള്ളതാണ് എന്ന വിശ്വാസത്തിലാണെങ്കിൽ അത് ഷിർക്കുൻ അസ്ഗറാണ്. അള്ളാഹു അങ്ങനെ കാരണമാക്കിയിട്ടുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ അള്ളാഹു കാരണമാക്കാത്ത കാര്യം കാരണമാക്കുക വഴി അവൻ വളരെ ഗൗരവമുള്ള ഒരു പാപം ഷിർക്കുൻ അസ്ഗർ ചെയ്തിരിക്കുകയാണ്. ഇത് എത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മസല നമ്മൾ പറഞ്ഞത് ഖസമുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ പേരിൽ അല്ലാതെ സത്യം ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, അള്ളാഹു തആല സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന പടപ്പുകളെ കുറിച്ച് ശരിക്ക് ചിന്തിക്കേണ്ട പടപ്പുകൾ മാത്രമേ റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങനെ ഉപയോഗിക്കാറുള്ളൂ. അത് സൂര്യനെ ആകട്ടെ, ഭൂമിയാകട്ടെ, ചന്ദ്രനെ ആകട്ടെ, രാവിനെ ആകട്ടെ, പകലിനെ ആകട്ടെ. ഇനി കാലത്തെ തൊട്ട് സത്യം ചെയ്തിട്ടുണ്ട്, വൽ അസർ, ഇനി വരാനുള്ള സൂറത്താണ്. അതൊക്കെ ഒരുപാട് ചിന്തിക്കേണ്ട വകുപ്പുകളായിരിക്കും. ഇവിടെ ഈ പറയുന്ന ഈ അള്ളാഹുവിൻ്റെ കായികനികൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചുള്ള കായികനികളും അതേപോലെ സീനാ പർവ്വതവും അതേപോലെ മക്കയൊക്കെ സത്യം ചെയ്തത്, അതുമൊക്കെ ഒരുപാട് ചിന്തിക്കുകയും പാഠം ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട കാര്യമായിരിക്കും. മൂന്നാമത്തെ മസല ഖസമുമായി ബന്ധപ്പെട്ടത്, ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യമുണ്ട്. സത്യം ചെയ്ത് അവിടെ തീരില്ല, അതിനൊരു ജവാബുൽ ഖസം ഉണ്ട്. വല്ലാഹി ഞാൻ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം അതിനാണ് ജവാബുൽ ഖസം എന്ന് പറയാറുള്ളത്. ആ സത്യം ചെയ്തുകൊണ്ട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അതും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ 3 കാര്യങ്ങളും സത്യവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുകയും സത്യം ചെയ്യുന്നിടത്ത് നമ്മൾ ശരിക്കും ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണമെങ്കിൽ ഒരു കാര്യം സത്യം ചെയ്യാതെ പറയാം. കാരണം അള്ളാഹു പറയുന്നത് മുഴുവൻ സത്യമായ കാര്യങ്ങൾ മാത്രമാണ്. എന്നിട്ടുകൂടി റബ്ബ് സുബ്ഹാനഹു വ തആല സത്യം ചെയ്യാൻ അള്ളാഹു തആല ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമുള്ള കാര്യമായതുകൊണ്ടാണ് എന്നാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത്. ഇപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല സത്യം ചെയ്യാൻ ഉപയോഗിച്ച കാര്യങ്ങൾ നോക്കൂ. ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞത് വത്തീനി വസ്സൈത്തൂൻ എന്നാണ്. അത്തിയും ഒലീവുമാണ്. തീൻ നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഫിഗ് എന്ന് പറയുന്ന അത്തിപ്പഴം.
അപ്പം ആ മരം, അതിൽ നിന്ന് കിട്ടുന്ന കായ്കനിയാണ് അത്തിപ്പഴം എന്ന് പറയുന്നത്. അതേപോലെ ജെയ്ത്തൂൻ എന്ന് പറയുന്നത് ഒലീവിന്റെ എണ്ണക്കാണ് ജെയ്ത്ത് എന്ന് പറയുന്നത്. അത് രണ്ടും അത് ബറക്കത്തുള്ള കാര്യമാണ് എന്നാണ് പണ്ഡിതന്മാർ അത് വിശദീകരിക്കുന്നുണ്ട്. ഈ രണ്ട് വസ്തുക്കളും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കളാണ്. അതുകൊണ്ട് ഒരു മനുഷ്യന് ഇത് ഉപയോഗിക്കുന്നതിൽ അവന് ശാരീരികമായ നല്ല ഉപകാരമുള്ള കാര്യമായിരിക്കും. അത് വേണ്ട രൂപത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ശരീരത്തിന് നല്ല ആഫിയത്തിന് ഉപകരിക്കുന്നതായ കാര്യം തന്നെയാണ് ഈ തീനും ജെയ്ത്തൂനും എന്ന് കാണാൻ സാധിക്കും. നോക്കൂ, പിന്നീട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് വതൂരി സീനീൻ, സീനാ പർവ്വതം തന്നെയാണ് സത്യം എന്നാണ്. സീനാ പർവ്വതം സഹോദരങ്ങളെ ഈജിപ്തിലുള്ള ഒരു പർവ്വതമാണ്. ഈജിപ്തിലുള്ള മിസ്റിലുള്ള ഒരു പർവ്വതമാണ്. അതിനെ തൂരി സീനീൻ, തൂർ എന്ന് പറയുന്നത് സഹോദരങ്ങളെ അത് ആ പർവ്വതത്തിന്റെ പേരാണ്. സീനി എന്ന് പറഞ്ഞാൽ സീനാ പർവ്വതം, തൂർ എന്ന് പറഞ്ഞാൽ ജബൽ എന്നാണ്. അപ്പോൾ സീനീൻ എന്ന് പറഞ്ഞാൽ സീനാ പർവ്വതം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സീനീൻ എന്നുള്ളത് അത് സെയ്ന, അതിന് സെയ്ന എന്നാണ് യഥാർത്ഥത്തിൽ വാക്ക്. അത് സീന എന്നും പറയാറുണ്ട്. സീനീൻ എന്ന അതിൽ നിന്ന് വന്നതാണ്. സെയ്ന എന്നാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള പേര്. അപ്പൊ അതിന് പല അർത്ഥങ്ങളും പല വ്യാഖ്യാനങ്ങളും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. സീനീൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ലത്, അൽ ഹസൻ എന്ന അർത്ഥത്തിലാണ്. അഥവാ തൂർ സീനീൻ എന്ന് പറഞ്ഞാൽ അൽ ജബലുൽ ഹസൻ, നല്ല പർവ്വതം എന്ന അർത്ഥത്തിലാണ്. വേറെ ചിലർ പറഞ്ഞു സീനീൻ എന്ന് പറഞ്ഞാൽ മുബാറക്ക് എന്നാണ് അർത്ഥം, ബറക്കത്തുള്ളത് എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ബറക്കത്തുള്ള പർവ്വതം എന്നാണ് അതിന്റെ വിവക്ഷ. വേറെ ചിലർ പറഞ്ഞു സീനീൻ എന്ന് പറഞ്ഞാൽ ദു ഷജറ, ഒരുപാട് മരങ്ങൾ നിറഞ്ഞ എന്നാണ് അർത്ഥം. എങ്കിൽ മരങ്ങൾ നിറഞ്ഞ പർവ്വതം എന്നാണ് അതിന്റെ വിവക്ഷ. വേറെ ചിലർ പറഞ്ഞു വെറും മരങ്ങളല്ല, അഷജറുൽ മുസ്മിർ, കായ്കനികളുള്ള മരങ്ങളുള്ള പർവ്വതമാണ് സിനി എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഒരർത്ഥവും ഒന്നിനെ വൈരുദ്ധ്യമാക്കുന്ന, ഒന്നിനെ ഇല്ലാതാക്കി കളയുന്ന അർത്ഥങ്ങളല്ല. എല്ലാം പരസ്പരം ഒത്തുചേർക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇതിനാണ് പണ്ഡിതന്മാർ പറയാറുള്ളത് ഇഖ്തിലാഫു തനവ്വു എന്ന് പറയും. വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്, പക്ഷേ അതെല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന കാര്യം മാത്രമാണ്. കാരണം ഇതൊരു മുബാറക്കായ ഒരു മല തന്നെയാണ്. അതേപോലെ തന്നെ നല്ലൊരു മല തന്നെയാണ്. അതിലൊരുപാട് മരങ്ങളുണ്ട്, അതിൽ കായ്കനികൾ ഉണ്ടാകാം. ഇങ്ങനെല്ലാമുള്ള ഒരു പർവ്വതം തന്നെയാണ് തൂർ സീനീൻ അഥവാ സീനാ പർവ്വതം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമതാണ് സത്യം ചെയ്ത് പറഞ്ഞത്. അതായത് 3 കാര്യങ്ങളായി. 4ാമത്തെ കാര്യം വഹാദൽ ബലദിൽ അമീൻ. 4ാമത്തെ കാര്യം ഇവിടെ നിന്നാണ് പറഞ്ഞത്. വഹാദ എന്ന് പറഞ്ഞാൽ പൊതുവെ അടുത്തുള്ള കാര്യങ്ങൾക്കാണ് പറയുക. അൽ ബലദിൽ അമീൻ, നിർഭയത്വമുള്ള ഈ രാജ്യം തന്നെയാണ് സത്യം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നോക്കൂ സഹോദരങ്ങളെ, ഇതിൽ പ്രധാനപ്പെട്ട ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്താണുള്ളത്? ഈ 4 കാര്യങ്ങളെയും പ്രധാനപ്പെട്ട കാര്യം എന്തിലേക്കാണ്? മുഫസ്സിരീങ്ങൾ പറയുന്നത് ഈ 4 കാര്യങ്ങളും 3 വ്യത്യസ്ത പ്രധാനപ്പെട്ട ദീനുൽ ഇസ്ലാമിൽ സ്ഥാനമുള്ള 3 സ്ഥലങ്ങളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒന്നാമത്തേത് തീനും ജെയ്ത്തൂനും, അത്തിയും ഒലീവും ഏറ്റവും നന്നായി കിട്ടുന്നത് ഫലസ്തീനിലാണ്. ഫലസ്തീനിന്റെ മണ്ണിലാണ് ഏറ്റവും നല്ല അത്തിയും ഒലീവും ഉള്ളത്. അവിടെയാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അഥവാ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ മുഴുവൻ, ഒരുപാട് അമ്പിയാക്കൾ ഇറങ്ങിയിട്ടുള്ള ബനു ഇസ്രായേൽ ആണ് ഏറ്റവും കൂടുതൽ അമ്പിയാക്കൾ ഇറങ്ങിയിട്ടുള്ളത്. ആ അമ്പിയാക്കളുടെ നാടാണ് ഫിലസ്തീൻ എന്ന് പറയുന്നത്. അതിൽ അവസാനം ഉണ്ടായിരുന്നത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആ നാടുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറയുന്നത്. രണ്ടാമത് പറഞ്ഞത് സീനാ പർവ്വതമാണ്. സീനാ പർവ്വതത്തിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഒന്ന്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കി കൊടുത്തത് അവിടെ വെച്ചിട്ടാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹുവിനോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരു മലക്കില്ലാതെ നേരിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് സംസാരിച്ചിട്ടുണ്ട്. ആ മലയും അത് തൂർ സീനയാണ്. അതേപോലെ തൗറാത്ത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു തആല നൽകിയതും ഈ പർവ്വതത്തിലാണ് എന്ന് കാണാൻ സാധിക്കും. എല്ലാ നിലക്കും വലിയ സ്ഥാനമുള്ള മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അതുമായി ബന്ധപ്പെട്ട ചരിത്രം ഓർമ്മിപ്പിക്കുന്ന ഒരു നാടാണ് യഥാർത്ഥത്തിൽ സീനാ പർവ്വതവും ഈജിപ്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ. മൂന്നാമത്തേത് വഹാദൽ ബലദിൽ അമീൻ, നിർഭയത്വമുള്ള ഈ രാജ്യം എന്ന് പറയുന്നത് സംശയമില്ല മക്കയിൽ ഇറങ്ങിയിട്ടുള്ള സൂറത്താണിത്. അത് മക്കയെ കുറിച്ചിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. മക്കയ്ക്കുള്ള ശ്രേഷ്ഠത മറ്റൊരു സ്ഥലത്തുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം അഹബ്ബുൽ ബിഖാഇ ഇലല്ലാഹ് വ മക്ക, മക്കയാണ്. അല്ലാഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം മക്കയാണ്. അല്ലാഹു തആല ആ മക്കയെ പവിത്രമായ രാജ്യമാക്കി മാറ്റിയിരിക്കുന്നു. അവിടെ യുദ്ധങ്ങൾ പാടില്ല, അവിടെ മൃഗങ്ങൾ ഉപദ്രവിക്കപ്പെടുകയില്ല, അവിടെയുള്ള വൃക്ഷങ്ങൾ അത് പിഴുതെറിയപ്പെടുകയില്ല. എല്ലാ നിലക്കും യുദ്ധങ്ങളും എല്ലാത്തിൽ നിന്നും സംരക്ഷിച്ചുകൊണ്ട് പവിത്രമായ ഒരു രാജ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെ ആരാണോ പ്രവേശിക്കുന്നത് അവർക്ക് നിർഭയത്വമുള്ള രീതിയിൽ അല്ലാഹു തആലയെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കും. ഈ പ്രധാനപ്പെട്ട 3 നാടുകളെ കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇതിനെ തൊട്ടൊക്കെ സത്യം ചെയ്ത് പറയുകയാണ്. കാരണം അല്ലാഹു തആല ഇങ്ങനെ അമ്പിയാക്കളെ നിയോഗിക്കുകയും മനുഷ്യർക്ക് വേണ്ട വഹി
റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുകയും എല്ലാം ചെയ്തിട്ടുണ്ട് എന്നെല്ലാം ഈ ആയത്തിന്റെ വിവക്ഷയിൽ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുന്ന നമ്മേറെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു കാര്യം അല്ലാഹു തആല പറയുന്നു, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ലഖദ് എന്ന് പറയുന്ന പദം സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. ലഖദ് എന്ന് പറയുന്നത് സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. ഈ രണ്ട് വാക്കും സത്യം ചെയ്യാൻ വെവ്വേറെ തന്നെ ഉപയോഗിക്കുന്ന വാക്കാണ്. പക്ഷെ രണ്ടും കൂടി ഒരുമിച്ച് പറഞ്ഞാൽ അത്രയും ആണയിട്ടുകൊണ്ട് പറയുന്ന കാര്യം, തീർച്ചക്ക് തീർച്ച. ലഖദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുന്നു, ഖലഖ്നൽ ഇൻസാൻ, തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചു, ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല തഖ്വീമോടുകൂടി, ഏറ്റവും നല്ല ഘടനയോടുകൂടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് എന്നാണ് പറയുന്നത്. അധിക മുഫസ്സിറുകളും ഇതിന് വ്യാഖ്യാനം നൽകിയിട്ടുള്ളത് ഹുവ ഫീ അൽ ഖിൽഖത്തി അദ്ദാഹിറ, ബാഹ്യമായ മനുഷ്യന്റെ ഘടനയെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. നമുക്ക് ചിന്തിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. മനുഷ്യന് റബ്ബ് സുബ്ഹാനഹു വ തആല മറ്റു മൃഗങ്ങളിൽ നിന്നും മറ്റ് പടപ്പുകളിൽ നിന്നും ഒക്കെ വളരെ വൈവിധ്യമാർന്ന രൂപഘടനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അല്ലെ, കാണാൻ ഭംഗിയുള്ള, ഒരുപാട് ചന്തമുള്ള, നല്ല ശബ്ദങ്ങളുള്ള ഒക്കെ ഒരുപാട് പടപ്പുകളുണ്ട്. പക്ഷേ മനുഷ്യന്റെ പടപ്പ് ഒരു പ്രത്യേക പടപ്പാണ്. മനുഷ്യന്റെ കണ്ണ്, മനുഷ്യന്റെ കാത്, മനുഷ്യന്റെ വായ, അവന്റെ മുഖം എല്ലാം ഉയർന്നു നിൽക്കുന്ന, ഒരു അഭിമാനത്തോടുകൂടി ഇസ്സത്തോടുകൂടി നിൽക്കുന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഘടനയെ സൃഷ്ടിച്ചു കൊടുത്തത്. മനുഷ്യന് എഴഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. ചിന്തിച്ചു നോക്കൂ, എഴഞ്ഞു നടക്കുന്ന വലിയ വലിയ ജീവികളുണ്ട്. അത് ഭൂമിയിൽ തറയിലാണ് എഴഞ്ഞു നടക്കുന്നത്. ഇനി വലിയ സിംഹവും വലിയ ഗൗരവമുള്ള ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പിടിച്ചു തിന്നുന്നത് വായ കൊണ്ടൊക്കെ കടിച്ചും പറിച്ചിട്ടൊക്കെയാണ് തിന്നുന്നത്. എന്നാൽ മനുഷ്യൻ അങ്ങനെയുള്ളൊരു രീതിയിലല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഷറഫാക്കിയിട്ടുണ്ട്. വലഖദ് ഖറബ്നാ ബനി ആദം, അല്ലാഹു തആല പറഞ്ഞല്ലോ, ആദം സന്തതി അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചിരിക്കുകയാണ്. മുഴുവൻ മനുഷ്യരെയും, മുസ്ലിമിനെയും കാഫിറിനെയും മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ എന്നുള്ള നിലക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഗുണങ്ങൾ, ഘടനകളൊക്കെ നൽകിയിട്ടുണ്ട്. അവർക്ക് കൈകൊണ്ട് ഭക്ഷിക്കാം, കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തരാണ് മനുഷ്യരെന്ന് പറയുന്നത്. അവരുടെ ബുദ്ധി ശേഷി, അല്ല ചിന്താശേഷി മനുഷ്യനുണ്ട്. മറ്റു മൃഗങ്ങൾക്കില്ലാത്ത ചിന്താശേഷി മനുഷ്യനുണ്ട്. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്ന കൂടിയാൽ ഒരു 6 അടിയുള്ള, അല്ലെ, ആവറേജ് എടുത്താൽ അതിൽ താഴെയുള്ള ഈ മനുഷ്യൻ എന്തെല്ലാം കാര്യങ്ങളാണ് നിയന്ത്രിക്കുന്നത്? ചിന്തിച്ചു നോക്കൂ. അവൻ ചെറിയൊരു മനുഷ്യനാണ്. അവന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കി അവൻ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ അതൊന്നും പറയേണ്ട ആവശ്യമില്ല. മനുഷ്യന് കണ്ടുപിടിക്കാൻ പറ്റിയ കാര്യങ്ങളും ആ രൂപത്തിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട വലിയ വലിയ മൃഗങ്ങൾ ഇണക്കി നടക്കുന്നതും തുടങ്ങി എന്തെല്ലാം കാര്യങ്ങൾ മനുഷ്യന് ചെയ്യാൻ പറ്റുന്നു. ഇതൊക്കെ എങ്ങനെ സ്വയം യുക്തിവാദികൾ പറയുന്നത് പോലെ ഒന്നുമില്ലാത്തടത്ത് നിന്ന് മനുഷ്യൻ ഇതൊക്കെ ചിന്തിച്ച് കണ്ടുപിടിച്ചുണ്ടാക്കിയതാണോ? അല്ല, വല്ലാഹി അല്ല. മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അവന്റെ ബുദ്ധി എന്ന് പറയുന്ന, വിവേക ബുദ്ധി എന്ന് പറയുന്ന കാര്യങ്ങളിലൂടെ ചിന്തിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ ആ ബുദ്ധി കൊണ്ട് അവൻ കാര്യങ്ങളെല്ലാം അപഗ്രഥിക്കാനും മനസ്സിലാക്കാനും ഒക്കെ അവൻ സാധിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ അവൻ വളരെ എളുപ്പമായി ചെയ്യുന്നു. വലിയ ആന എന്ന് പറയുന്ന വലിയ വലിയ കാര്യങ്ങൾ അതിനെ ഉയർത്തുന്ന ആളാണ് ആന. അത്രയും ശക്തിയൊക്കെ ഉണ്ട്. എന്നാൽ ഈ ആനയെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് ആരാണ്? ഒരു നിസ്സാരമായൊരു മനുഷ്യനാണ്. ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. അല്ല, ആന ഇത്ര വലിയ ആനയാണ്. ആനക്ക് എനിക്ക് ചെയ്യാൻ പറ്റൂല, നീ എന്നെ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ആനക്ക് തടിയപ്പ അല്ലേ? പക്ഷെ അത് ആന അനുസരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. വലിയ കടലുകൾ, വാഹനങ്ങൾ, ആ രൂപത്തിൽ അവന്റെ പരിധിക്കപ്പുറത്ത് അവനേക്കാളും വേഗതയിൽ ഓടുന്ന വാഹനങ്ങൾ അവന് കീഴ്പ്പെടുത്താൻ സാധിക്കുകയാണ്. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല ഇനി മറ്റു മൃഗങ്ങളാകട്ടെ, കുതിരയാകട്ടെ, ഒട്ടകങ്ങളാകട്ടെ, വലിപ്പത്തിലും ശക്തിയിലുമൊക്കെ മനുഷ്യരെക്കാളും കഴിവും ശേഷിയും വലിപ്പവും എല്ലാം കൊണ്ട് ഒരുപാട് കഴിവുകളുണ്ട്. പക്ഷെ ഇതിനെല്ലാം നിയന്ത്രിച്ച് നിർത്താനുള്ള ഒരു കഴിവ് മനുഷ്യൻ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറയാണ്, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല ഘടനയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. ഇവിടെ പണ്ഡിതന്മാർ വേറെ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് അഹ്സനു തഖ്വീം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഅനി അലൽ ഫിത്ര വഹിയൽ ഇസ്ലാം, ശുദ്ധ പ്രകൃതിയിൽ മനുഷ്യരെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അത് അവന്റെ ബാഹ്യമായ ഘടനയെ കുറിച്ചിട്ടാണ് അവിടെ പറഞ്ഞത്. ആദ്യം അവന്റെ ആന്തരികമായ ഘടനയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് ബാഹ്യമായ ഘടനയാണെങ്കിൽ പിന്നീട് ആന്തരികമായ കാര്യമാണ്. അല്ലാഹു തആല ഓരോ മനുഷ്യരെയും പടക്കുന്നത് ഫി അഹ്സനി തഖ്വീം എന്ന് പറഞ്ഞാൽ ശുദ്ധ പ്രകൃതിയിലുള്ള ഇസ്ലാമിലായിക്കൊണ്ടാണ് ഓരോരുത്തരും പടക്കുന്നത്. അല്ലെ, കുല്ലു ബനി ആദം യൂലദു അലൽ ഫിത്ര, കുല്ലുക്കും യൂലദു അലൽ ഫിത്ര, എല്ലാവരും ഫിത്രത്തിലാണ് എല്ലാവരും ജനിക്കുന്നത്. ഒരു ഹിന്ദുവിന്റെ മകനായി ജനിച്ചാലും ശരി, ഒരു നസ്രാനിയുടെ മകനായി ജനിച്ചാലും ശരി, ജൂതന്റെ മകനായി ജനിച്ചാലും ശരി, ഏതൊരു കുട്ടിയും ജനിച്ചു വീഴുമ്പോൾ അവനൊരു ശിർക്കും ചെയ്യുന്ന ആളായിട്ടല്ല, അവൻ ശുദ്ധ പ്രകൃതിയുള്ള കൽബുമായിട്ടാണ് ഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത്. പിന്നെ ഫഅബവാഹു യുഹവ്വിദാനിഹി വയുമജ്ജിസാനിഹി വയുനസ്സിറാനിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ
അവർ മാതാപിതാക്കളാണ് അവരെ യഹൂദിയാക്കുന്നത്, മജൂസിയാക്കുന്നത്, നസ്രാണിയാക്കുന്നത് മാതാപിതാക്കളാണ്. അപ്പോൾ അവർ പടച്ചു വീഴുന്നത് ഏറ്റവും നല്ല ശുദ്ധ പ്രകൃതിയിലാണ് എന്നാണ് പറയുന്നത്. ഈ രണ്ട് തഫ്സീറുകളും ഇതിന് വന്നിട്ടുണ്ട്. പണ്ഡിതന്മാർ പറയുകയാണ് ഈ രണ്ട് തഫ്സീറുകളും നമുക്ക് ഒരുമിപ്പിക്കാൻ പറ്റുന്ന തഫ്സീർ തന്നെയാണ്. അഥവാ മനുഷ്യന്റെ ഹൃദയം, കൽബ് ഏറ്റവും നല്ല തഖ്വീമോടുകൂടി, ഘടനയോടുകൂടി, ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അങ്ങനെയാണ് സൃഷ്ടിച്ചത്. അതേപോലെ തന്നെ മനുഷ്യന്റെ ബാഹ്യമായ ഘടനയിൽ ഏറ്റവും മനോഹരമായ രീതിയിലാണ്, ഏറ്റവും അവന് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് എന്ത് ചെയ്തിട്ടുള്ളത്, സൃഷ്ടിച്ചു കൊടുത്തിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവന് ബാധ്യതയായിട്ടുള്ളത്? ഇതിന് നന്ദി കാണിക്കേണ്ടതുണ്ട്. ഇതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കേണ്ടതുണ്ട്. അല്ല, നമുക്ക് ദുനിയാവിൽ നല്ലൊരു കാര്യം ഒരാൾ ഉണ്ടാക്കി തന്നാൽ തന്നെ നമുക്ക് അതിനോട് എത്രമാത്രം സ്നേഹവും എത്രമാത്രം നന്ദിയൊക്കെ കാണിക്കുന്നു. നമുക്ക് അള്ളാഹു തആല നൽകിയത് എന്തെങ്കിലും പുറത്തുള്ളൊരു വസ്തുവല്ല, നമ്മുടെ ഈ ശരീരഘടനയാണ്. നമ്മുടെ കൈകൾ, നമ്മുടെ കാലുകൾ, നമ്മുടെ ഓരോന്ന് നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക്, നമ്മൾ പറയാറുള്ളത് പോലെ കണ്ണുണ്ടായാലേ കണ്ണിന്റെ വില അറിയുകയുള്ളൂ. അല്ല, ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ അതൊന്ന് നിലച്ചു പോയാൽ അതിനുവേണ്ടി കോടികൾ ചിലപ്പോൾ ചെലവഴിച്ചാൽ നമുക്ക് ലഭിക്കാത്തതായ കാര്യങ്ങളുണ്ട്. ആളുകൾ ചിലപ്പോൾ കോടികൾ ചെലവാക്കാൻ തയ്യാറായ പണക്കാരായ ആളുകളുണ്ട്. പക്ഷെ അവർക്ക് അതിന് സാധിക്കുന്നില്ല, അവർക്ക് അതിൻ്റെ പ്രവർത്തനം നേരെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം നിനക്ക് സൗജന്യമായി നൽകിയിരിക്കുകയാണ്. അള്ളാഹു തആല സൗജന്യമായി എല്ലാം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് അനിവാര്യമായിട്ടുള്ള കാര്യം ഇമാം അസ്സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു, വമഅ ഹാദിഹി നിഅമിൽ അളീമ അല്ലതി യൻബഗി മിൻഹു അൽ ഖിയാമു ബിശുക്രിഹാ. ഈ നിഅമത്തുകളെല്ലാം, മഹത്തരമായ നിഅമത്തുകളെല്ലാം ഒരാൾക്ക് ലഭിക്കുമ്പോൾ അല്ലതി യൻബഗി മിൻഹു അൽ ഖിയാം ബിശുക്രിഹാ, ഒരാൾക്ക് അനിവാര്യമായിട്ടുള്ള കാര്യം ഇത് നന്ദിയുള്ളവനായി തീരുക എന്നുള്ളതാണ്. ഫഅക്സറുൽ ഖൽഖി മുൻഹരിഫൂന അൻ ശുക്രിൽ മുൻഇം. ശരിക്കും ചിന്തിച്ചു നോക്കൂ, അദ്ദേഹം പറയുകയാണ് പടപ്പുകളിൽ അധികവും അള്ളാഹുവിന് നന്ദി കാണിക്കുന്നതിൽ നിന്നും എന്ത് ചെയ്തിട്ടാണുള്ളത്? മുൻഹരിഫുൻ, വ്യതിചലിച്ചിട്ടാണുള്ളത്. നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കൂ. ഈ കാണുന്ന, നമ്മൾ വിചാരിക്കരുത് മുസ്ലിമീങ്ങൾക്ക് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മുഴുവൻ മനുഷ്യർക്ക് നൽകിയിട്ടുള്ളതാണ്. ഇന്ന് ഈ ലോകത്ത് അള്ളാഹുവിന് ചീത്ത വിളിച്ചു പോകുന്ന ആളുകളില്ലേ? അള്ളാഹു തആല ചീത്ത വിളിച്ചു പറയുന്ന, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന, അള്ളാഹുവിന്റെ ദീനിനെ നിഷേധിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ള അവന്റെ അംബിയ മുർസലീങ്ങളെ നിഷേധിക്കുന്ന, അവരെ പരിഹസിക്കുന്ന ആളുകളില്ലേ? ഈ ആളുകൾക്കും അള്ളാഹു തആല തന്നെ നൽകിയതല്ലേ ഈ പറയുന്ന കാണുന്ന അനുഗ്രഹങ്ങളൊക്കെ? റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളല്ലാതെ അവർക്കൊന്നുമില്ല. ഇങ്ങനെല്ലാം ഉണ്ടായിട്ടും അള്ളാഹുവിനെ മറന്നുകൊണ്ട് അവൻ എന്ത് ചെയ്യാണ്? പിശാചിന്റെ അടിമയായി തീർന്നിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിലുള്ള ദീന് നമുക്ക് നിയോഗിച്ചു. അത് നിയോഗിക്കാൻ അമ്പിയാക്കളെ നിയോഗിച്ചു. ആ അമ്പിയാക്കൾ ഇറക്കിയിട്ടുള്ള ദീന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കാൻ, അങ്ങനെ യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീം റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു. അള്ളാഹു തആല പറഞ്ഞു, ഇതാണ് യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീം, അത് നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബിഉസ് സുബുൽ, അനേകം മാർഗങ്ങളുണ്ട്, അതൊന്നും നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ശരിയായ മാർഗം നമുക്ക് പഠിപ്പിച്ചു തന്നു. അള്ളാഹു തആല നമ്മളോട് ദുആ ചെയ്യാൻ പറയുന്നു. അള്ളാഹു ദുആ സ്വീകരിക്കാമെന്ന് പറയുന്നു. നമുക്ക് പാപങ്ങൾ സംഭവിച്ചാൽ രാവിലാകട്ടെ പകലിലാകട്ടെ റബ്ബ് സുബ്ഹാനഹു വ തആല പാപമോചനം തേടാൻ പറയുന്നു. ഞാൻ പുറത്തു തരുമെന്ന് പറയുന്നു. അങ്ങനെ പാപമോചനം ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും സന്തോഷവാനായിരിക്കും എന്നെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിച്ചു തരുന്നു. ഇങ്ങനെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിലെ കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടും അള്ളാഹു ഏതൊരു പിശാചിനെയാണോ ശത്രുവായി കാണാൻ പറഞ്ഞിട്ടുള്ളത്, ആ പിശാചിന്റെ മിത്രമായി, പിശാചിന്റെ അടിമയായി, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ച് പിശാചിന് പണിയെടുക്കുന്ന ആളുകളായി തീരുകയല്ലേ യഥാർത്ഥത്തിൽ ഷിർക്കിലകപ്പെടുന്ന ആളുകൾ, മഅസിയത്തുകളിൽ അകപ്പെടുന്ന ആളുകൾ, ബിദ്അത്തുകളിൽ അകപ്പെടുന്ന ആളുകൾ, അള്ളാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചു പോവുകയാണ്. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, ഫഅക്സറുൽ ഖൽഖി മുൻഹരിഫൂന അൻ ശുക്രിൽ മുൻഇം. ഈ അനുഗ്രഹദാതാവിന് നന്ദി കാണിക്കുന്നതിൽ നിന്നും ബഹുഭൂരിപക്ഷം പടപ്പുകളും വ്യതിചലിച്ചിരിക്കുകയാണ്. മുസ്തഗിലൂന ബില്ലഹ്വി വല്ലഅബ്, അവർ വിനോദങ്ങളിലും കളികളിലും വർത്തമാനങ്ങളിലും വ്യാപൃതരായിരിക്കുകയാണ്. ചിന്തിച്ചു നോക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല ദിനേന 5 നേരം നിസ്കരിക്കാനേ അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ മനുഷ്യർക്ക് പറ്റൂല. അവൻ കളിക്കണം, അത്രേ, അവൻ ഫുട്ബോൾ കളിക്കണം, ക്രിക്കറ്റ് കളിക്കണം, അവന് ആ രൂപത്തിൽ പോകണം, അവിടെ പോകാനുണ്ട്, ടൂർ പോകണം. ഇതൊക്കെയാണ് മനുഷ്യന്റെ നിസ്സാരമായ ന്യായങ്ങൾ. ഈ പറയുന്ന മനുഷ്യർ ചിന്തിച്ചിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് അവന് പോകാൻ സാധിക്കുന്നത്. അള്ളാഹു നൽകിയ ഭക്ഷണമാണ് അവൻ കഴിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ പാനീയമാണ് അവൻ കുടിക്കുന്നത്. എല്ലാ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ ആവോളം ആസ്വദിച്ചിട്ട് അള്ളാഹു ഒരു 5 മിനിറ്റ് നിന്നോട് നിസ്കരിക്കാൻ പറയുമ്പോൾ അവൻ സാധിക്കുന്നത്, അവൻ തിരക്കാണെന്നാണ് പറയുന്നത്. അവന് മറ്റു പണിയുണ്ട്, അവിടെ പണിയുണ്ട്, ജോലി എടുക്കണം. ആരാണ് ജോലി നൽകിയത്? ആരാണ് അനുഗ്രഹങ്ങൾ നൽകിയത്? ഈ സമ്പത്ത് അള്ളാഹു തആല നിനക്ക് ഉണ്ടാകരുത് എന്ന് ഉദ്ദേശിച്ചാൽ നിനക്കൊരു സമ്പത്തും എത്ര കഷ്ടപ്പെട്ടാലും ഒരു രൂപ പോലും നിന്റെ പോക്കറ്റിലേക്ക് എത്തുകയില്ല. ഇങ്ങനെയെല്ലാം നമുക്ക് സദാ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ
ആളുകൾ മുസ്തഗിലൂന ബില്ലഹി വല്ലഅബ്, കളിക്കണം, വിനോദം, അങ്ങനെയൊക്കെ തെറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഖദ് റളൂ ലിഅൻഫുസിഹിം ബിഅസാഫിലിൽ ഉമൂരി വസഫാസിഫിൽ അഖ്ലാഖ്. ആളുകൾ മോശപ്പെട്ട സ്വഭാവ ഗുണങ്ങളിലൊക്കെ തൃപ്തരാണ്. അല്ലെ, വളരെ വൃത്തികെട്ട ഓരോ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് എത്താനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആളുകൾക്ക് ഹറാമുകൾ, ആ രൂപത്തിൽ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ അങ്ങനെ അവർ സ്വയം തിരഞ്ഞെടുത്തുകൊണ്ട് പിശാചിന്റെ അടിമകളായി അങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണോ അല്ലാഹു തആലയുടെ ദീനിൽ കൽപ്പന വന്നത് അത് നേരെ എതിരെ ചെയ്യുള്ളൂ. അത് ചോദിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷനെ സംബന്ധിച്ചിടത്തോളം താടി നീട്ടി വളർത്താൻ പറഞ്ഞാൽ വടിച്ചു കളയും. അല്ലാഹു തആല അങ്ങനെയാണ് സൃഷ്ടിച്ചത്. പെണ്ണിനില്ലാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണിന് എന്ത് കൊടുത്തു? താടി രോമം കൊടുത്തു. അത് ആണിൽ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ആടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കേണ്ട ആവശ്യമില്ല. പെണ്ണിനെ പോലെ തന്നെ ആക്കിയാൽ മതിയായിരുന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വളർത്താൻ പറഞ്ഞു, ഇല്ല, മനുഷ്യനത് പഠിച്ചു കളയാണ്. എന്നാൽ ഏതെങ്കിലും ഒക്കെ ഒരു പിശാചിന്റെ നേതാവ്, പൈശാചിക പ്രവർത്തനങ്ങൾ ഇടുന്ന നേതാവ് അതുമായി ബന്ധപ്പെട്ടാലോ, നമ്മൾ യുവാക്കൾ അപ്പോൾ താടി വളർത്താൻ എന്താ ഇപ്പൊ പെട്ടെന്ന് തുടങ്ങിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സുന്നത്തുകളുടെ ആളുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെ പരിഹസിക്കുന്ന, അതെനിക്ക് ചൊറിച്ചലാണ് എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് പിന്നീട് അതൊരു ഫാഷനായി തീരുമ്പോൾ ചിന്തിച്ചു നോക്കൂ. റസൂലുള്ളാഹിന്റെ വാക്കൊക്കെ തട്ടിക്കളഞ്ഞ ആളുകൾക്ക് ഇപ്പൊ പ്രശ്നമില്ല. അതിന് വാഷ് ചെയ്യാനുള്ള മരുന്നുണ്ട്, അതുണ്ട്, തയ്യാറാവുകയാണ്. അല്ലെ, നിര്യാണിക്ക് മുകളിൽ പാൻറ് ധരിക്കണം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അത് വളരെ മോശപ്പെട്ട വളരെ അതിനോടൊരു പുച്ഛവും അതൊരു അപകർഷതാബോധമൊക്കെ ആയിട്ട് തീരാണ്. ഇസ്ലാമിന്റെ ഒരു ചിഹ്ന ആളുകളുടെ മുന്നിൽ കാണിക്കുക. എങ്ങനെയാണ്? ആരുടെ മുന്നിലാണ്? ഈ പിശാചുക്കളെ ആരാധിക്കുന്ന ആളുകളുടെ മുന്നിലാണോ നിനക്ക് ഈ ലോകങ്ങളുടെ റബ്ബിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കാനുള്ള അപകർഷതാബോധം? നിനക്ക് സഹോദരങ്ങൾ ആൾക്ക് അങ്ങനെ തോന്നും. എന്നാൽ നാളെ ഒരു ഫാഷനോട് വരികയാണ്. വന്നിരുന്നു അല്ലെ, നമ്മുടെ നാട്ടിലൊക്കെ വന്നിരുന്നു. ഇപ്പം അത് മാറിപ്പോയി. ഫാഷൻ തുടങ്ങണം. നിര്യാണി മുകളിൽ അത് കട്ട് ചെയ്ത് അങ്ങനെ ഷൂസൊക്കെ വ്യക്തമായി കാണിക്കുന്ന രൂപത്തിൽ ഫാഷൻ വന്നപ്പോൾ ഈ പറയുന്ന ആളുകൾക്ക് ഒരു പ്രശ്നമില്ല. വളരെ കൃത്യമായി ആ രൂപത്തിൽ അവരങ്ങനെ മുകളിലേക്ക് കയറ്റി ഉടുക്കാൻ തുടങ്ങി. ഇങ്ങനെ താടിയും ഇതൊക്കെ വെച്ചപ്പോൾ നമുക്ക് ചിലപ്പോൾ ദീനുള്ള ആളുകൾ എല്ലാத்தைയും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായി. എല്ലാവരും ആ രൂപത്തിലാണ്. താടിയുണ്ട്, നിര്യാണിക്ക് മുകളിൽ വസ്ത്രമൊക്കെ ആയി. ഇപ്പം അത് പിന്നെയും അത് വേറെ കൊറിയൻ ഫാഷനിലേക്ക് മാറി ഇപ്പോൾ വീണ്ടും വലിയ വസ്ത്രങ്ങളൊക്കെ വീണ്ടും ധരിക്കാനൊക്കെ തുടങ്ങി. എങ്ങനെയാണോ റസൂലുള്ളാഹിന്റെ ശത്രുക്കൾ ജീവിക്കാൻ പറയുന്നത്, അവർ മാതൃക കാണിച്ചു കൊടുക്കുന്നത്, അതിലേക്ക് ആളുകൾ പോവുകയാണ്. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ എന്ത് ചെയ്യാണ്? സുമ്മ റദദ്നാഹു അസ്ഫൽ സാഫിലീൻ, അവർ ഏറ്റവും അധമന്മാരാക്കി തീർത്തു എന്നാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. അങ്ങനെ മനുഷ്യന്മാര് ഏറ്റവും മോശപ്പെട്ട ഘടനയിൽ അവർ സ്വയം തെരഞ്ഞെടുത്തതാണ്. ഫലമ്മ അസാഗു അസാഖല്ലാഹു ഖുലൂബഹും, അവർ വഴിതെറ്റിയപ്പോൾ അല്ലാഹു തആല അവരുടെ ഹൃദയങ്ങളെ വഴിതെറ്റിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ് സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, പിന്നീട് അവനെ നാം അധമന്മാരാക്കി തീർത്തു എന്നുള്ളതാണ്. ഏറ്റവും നല്ല ഘടനയെ ഉപേക്ഷിച്ചുകൊണ്ട്, അഥവാ ശുദ്ധ പ്രകൃതിയിൽ ജനിച്ചിട്ട് പിന്നീട് മറ്റു മതങ്ങളുടെ പിന്നാലെ പോകുകയാണ്. സിറാത്തുൽ മുസ്തഖീമിൽ പോകാനുള്ള മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്തിട്ട് അവൻ അതല്ലാത്ത മാർഗങ്ങളിലേക്ക് പോകുകയാണ്. ഇനി ആ തൗഹീദിന്റെ മാർഗത്തിൽ പ്രവേശിച്ച ആളുകൾ തന്നെയും, അഥവാ മുസ്ലിമായി ഉപ്പയുടെയും ഉമ്മയുടെയും മകളായി ജീവിക്കാൻ സാധിച്ച ആളുകൾ തന്നെയും പിന്നീട് ഷിർക്കിന്റെയും അതേപോലെ മഅസിയത്തുകളുടെയും തിന്മകളുടെയും ഒക്കെ മാർഗങ്ങളിലേക്ക് പോയി പിശാചിന്റെ അടിമകളായി തീർന്നുകൊണ്ട് ഏറ്റവും മോശപ്പെട്ട ആളുകളിൽ ഉൾപ്പെടുകയാണ്. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, ഏറ്റവും മോശപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ അവർ ഉൾപ്പെടുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു ഇല്ലല്ലദീന ആമനു, എന്നാൽ മനുഷ്യരിൽ എല്ലാവരും അങ്ങനെയല്ല. എല്ലാ മനുഷ്യരും അവരുടെ ശുദ്ധ പ്രകൃതിയെ നശിപ്പിച്ചു കളയുന്ന ആളുകളല്ല. എല്ലാ ആളുകളും അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അധമന്മാരായി തീരുന്നുമില്ല. ചില ആളുകൾ വാനോളം ഉയരുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാനലോകത്ത് കേളിയുള്ള അള്ളാഹുവിന്റെ മലക്കുകൾ അഭിമാനപൂർവ്വം പറയുന്ന അത്തരത്തിലുള്ള മനുഷ്യരും ഈ ഭൂമി ലോകത്ത് നടന്ന് ജീവിക്കുന്നുണ്ട്. അവരെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റി നിർത്തി പറയാണ് ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, ചില ആളുകളുണ്ട് അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചിട്ടുള്ള ആളുകളാണ്. വഅമിലുസ് സാലിഹാത്ത്, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീൻ അനുസരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, അവർക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇപ്പൊ ഇവിടെ പറയുന്ന ആളുകൾ സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ എന്ന് പറഞ്ഞതിന് മറ്റൊരു വ്യാഖ്യാനം കൂടി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ ഏറ്റവും നല്ല ഘടനയാണല്ലോ വലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം എന്ന് പറഞ്ഞല്ലോ, അത് ഏറ്റവും നല്ല ഘടനയെ കുറിച്ചിട്ടാണ്. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ എന്ന് പറയുന്നത് രണ്ട് രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളവിടെ അഹ്സനു തഖ്വീമിന് രണ്ടർത്ഥം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ശുദ്ധ പ്രകൃതി എന്ന് പറയുന്ന ഇസ്ലാം, രണ്ട് മനുഷ്യന്റെ ശാരീരിക ഘടന. അപ്പൊ ശുദ്ധ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് ഷിർക്കിന്റെയും അതുപോലെ തന്നെ തിന്മകളുടെയും വഴി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അധമന്മാരായി തീരുക എന്ന് പറയുന്നതിന്റെ ഒരർത്ഥം. എന്നാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫി അഹ്സനി തഖ്വീം എന്നുള്ളത് ശാരീരിക ഘടനയാണെങ്കിൽ സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ എന്ന് പറയുന്നത്
മനുഷ്യന് ദുർബലത സംഭവിച്ചുകൊണ്ട്, അവൻ്റെ ശരീരഘടന ദൗർബല്യം സംഭവിച്ചുകൊണ്ട് എന്തായി മാറും? ഏറ്റവും പ്രായത്തിൻ്റെ അങ്ങേയറ്റം എത്തുന്ന ഒരവസ്ഥ മനുഷ്യനുണ്ടാകും. മനുഷ്യന് ഈ പറയുന്ന എണീറ്റ് നിൽക്കുന്ന മനുഷ്യന് അതിന് സാധിക്കുകയില്ല. അവന് പ്രയാസങ്ങൾ ഉണ്ടാകും. അവൻ്റെ തൊലികൾ ചുളിഞ്ഞു പോകും, അവൻ്റെ കാഴ്ചകൾ മങ്ങിപ്പോകും, അവൻ്റെ കേൾവി അത് കുറഞ്ഞു പോകും. എല്ലാ നിലക്കുമുള്ള ദൗർബല്യവും മനുഷ്യൻ അനുഭവപ്പെടും എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. മനുഷ്യൻ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇനി പറയുന്നു ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് അത് ഉണ്ടാവുകയില്ല എന്നാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ശാരീരികമായ ദൗർബല്യമാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവിടെ വിഷ്കാരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം മുഅ്മിനീങ്ങളും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്കും ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ല എന്ന് പണ്ഡിതന്മാരിൽ ഒരു ഭാഗം പറയുന്നുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ശാരീരികമായ ഘടനകൾ അത് മുഅ്മിനീങ്ങൾക്കും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്കും അതിൽ കുറഞ്ഞു പോകുകയില്ല എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ പ്രതിഫലം മുറിഞ്ഞു പോകുകയില്ല എന്നാണ്. നേരത്തെ തന്നെ വിശ്വാസം സ്വീകരിച്ച സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് പ്രായം അങ്ങ് ചെന്നാൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല മുറിയാത്ത പ്രതിഫലം അവർക്ക് നൽകുമെന്നുള്ളതാണ്. എന്താണ് പണ്ഡിതന്മാർ അത് പറഞ്ഞിട്ടുള്ളത്? ഒരാൾക്ക് നല്ല പ്രായത്തിൽ, അവന് ആയുസ്സിൽ നല്ല കഴിവുള്ള സമയത്ത്, അവൻ്റെ യുവത്വത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ അമലുകൾ വർദ്ധിപ്പിക്കുന്ന ഒരുവനാണെങ്കിൽ പ്രായം ചെന്നിട്ട് അവന് അമലുകൾ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പ്രതിഫലം നൽകും എന്നാണ് പറയുന്നത്. അവരുടെ പ്രതിഫലം പോവുകയില്ല. കാരണം വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, മുറിയാത്ത പ്രതിഫലമുണ്ട്. ഉദാഹരണം പറയാം, നേരത്തെ നിന്ന് നിസ്കരിച്ച മനുഷ്യന്മാരുണ്ട് അല്ലേ? നിന്ന് നിസ്കരിക്കുന്ന ആൾക്ക് പൂർണ്ണമായ പ്രതിഫലം നിന്ന് നിസ്കരിച്ചാൽ ലഭിക്കുള്ളൂ. ഇപ്പോൾ ഫർള് നിസ്കാരം ഇരുന്ന് നിസ്കരിച്ചാൽ പ്രതിഫലം തന്നെ ലഭിക്കുകയില്ല. എന്നാൽ കഴിവില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, പ്രായാധിക്യമാണ് പലപ്പോഴും അങ്ങനെ ഒരു കഴിവില്ലാത്തത്, പലപ്പോൾ അപൂർവം മുട്ടിനും മറ്റും വേദനയായിട്ട് യുവാക്കളും ഇരുന്ന് നിസ്കരിക്കാറ്. എന്നാൽ പൊതുവിൽ പ്രായാധിക്യം കാരണത്താൽ മനുഷ്യൻ അധികവും നിന്ന് നിസ്കരിക്കാൻ പറ്റാതെ ഇരുന്ന് നിസ്കരിക്കാറുണ്ട്. അവർക്ക് പൂർണ്ണമായ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുക. നേരത്തെ റമളാൻ മാസത്തിൽ നോമ്പെടുത്തിരുന്ന, ഒപ്പം സുന്നത്ത് നോമ്പുകളൊക്കെ വർദ്ധിപ്പിച്ചിരുന്ന ആളുകൾക്ക് പ്രായാധിക്യം കാരണത്താൽ സുന്നത്ത് നോമ്പ് പോയിട്ട് ചിലപ്പോൾ റമളാൻ മാസത്തിൽ നോമ്പ് പോലും എടുക്കാൻ സാധിക്കുകയില്ല അല്ലെ? അവർക്ക് അതിന് മസലകളുണ്ട്, ഫിദിയയും മറ്റുമൊക്കെ കൊടുക്കുന്ന രീതികളുണ്ട്. പക്ഷെ അവർക്ക് മറ്റുള്ള ആളുകൾ റമളാൻ മാസത്തിൽ നോമ്പെടുക്കുന്നതിന്റെ പ്രതിഫലം തന്നെ ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, മുറിയാത്ത പ്രതിഫലം അവർക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നേരത്തെ നിന്ന് നിസ്കരിച്ച, ദീർഘനേരം രാത്രിയൊക്കെ നിന്ന് നിസ്കരിച്ച ആളുകളാണെങ്കിൽ പ്രായമാധിക്യം കാരണത്താൽ ചിലപ്പോൾ എഴുന്നേൽക്കാൻ പറ്റുകയില്ല. രോഗം കാരണത്താൽ, പ്രയാസം കാരണത്താൽ, ഉറക്ക് കിട്ടാത്തത് കൊണ്ട് അവന് ഉറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കാനൊന്നും സാധിക്കുകയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം പൂർണ്ണമായ പ്രതിഫലം ലഭിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എല്ലാ നിലക്കും അവരുടെ പ്രതിഫലം അത് റബ്ബ് സുബ്ഹാനഹു വ തആല അത് നൽകും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, അവിടെ പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു കാര്യം, ഇല്ലല്ലദീന ആമനു എന്ന് പറയുന്നത് എല്ലാ മുഅ്മിനീങ്ങൾക്കുമല്ല, മുഅ്മിനീങ്ങൾക്ക് മൊത്തം എല്ലാ വിശ്വാസികൾക്കുമല്ല, മറിച്ച് വിശ്വാസികളുടെ കൂട്ടത്തിൽ പ്രത്യേകതയുള്ള ചില ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ പഠിച്ച ആളുകൾ, അള്ളാഹു തആലയുടെ ദീൻ അനുസരിച്ച്, പ്രത്യേകമായി അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് ജീവിക്കുകയും അവൻ്റെ ശരീരങ്ങളെ ഹറാമുകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്ത ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രായമായാലും അതുകൊണ്ട് അള്ളാഹുവിനുള്ള താഅത്തിന് വേണ്ടി അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകും എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഖുർആൻ പഠിക്കുന്ന, ഖുർആൻ ആവർത്തിച്ചോതുന്ന, ആ നിലക്ക് ഖുർആനിനെ മനസ്സിലാക്കിയ ആളുകൾക്ക് എന്ത് സംഭവിക്കുകയില്ല? പ്രായാധിക്യം കൊണ്ടുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. മുഹദ്ദിസുകളൊക്കെ ഉദാഹരണങ്ങളാണ്. അവർ 90 വയസ്സായാലും ശരി, അവരെ സംബന്ധിച്ചിടത്തോളം നല്ല ഓർമ്മശക്തിയും ആ നല്ല നിലക്ക് തന്നെ പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ റബ്ബ് സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും. അതുകൊണ്ടാണ് ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് ബാക്കിയുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രായാധിക്യമായിട്ടുള്ള പ്രയാസങ്ങൾ പലതും ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുറിയാത്ത പ്രതിഫലമാണ് നൽകുന്നത് എന്ന. ഇത് സഹോദരങ്ങളെ, നാളെ പരലോകത്തും റബ്ബ് സുബ്ഹാനഹു വ തആല മുറിയാത്ത പ്രതിഫലം നൽകുന്നുണ്ട്. ദുനിയാവിൽ മാത്രമല്ല, പരലോകത്തെ സംബന്ധിച്ചിടത്തോളം റബ്ബ് സുബ്ഹാനഹു വ തആല മുറിയാത്ത പ്രതിഫലമാണ് അവർക്ക് നൽകുക. അവർക്ക് അല്ലാഹു തആല മുറിയാത്ത പ്രതിഫലം എന്ന് പറഞ്ഞാൽ 2 നിലക്കാണ്. ഒന്ന്, അവർക്ക് പരലോകത്ത് നൽകപ്പെടുന്ന റിസ്കുകൾ ഒന്നും തന്നെ അത് മുറിയുകയില്ല. ഒന്നിലും ഇനി ഇന്നില്ല എന്നുള്ള കാര്യമല്ല. ദുനിയാവിൽ എത്ര സമ്പത്തുള്ള ആൾക്കും എന്തെങ്കിലുമൊക്കെ അത് നിന്നു പോകാറുണ്ട്. പരലോകത്ത് അങ്ങനെയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകിക്കൊണ്ടേയിരിക്കും. രണ്ടാമത്തെ കാര്യം, അവർക്ക് ആ ലഭിക്കുന്ന കാര്യങ്ങളോട് ഒരിക്കലും ഒരു അതൃപ്തിയോ അല്ലെങ്കിൽ ഒരിക്കലും അതൊരു മടുപ്പോ ഉണ്ടാവുകയില്ല. ഇത് രണ്ടും ദുനിയാവിൽ നമുക്ക് നേരിടുന്ന കാര്യമാണ്. നമുക്ക് എത്ര തന്നെ വെറൈറ്റികൾ നമുക്ക് കിട്ടിയാലും ശരി, അത് ആവർത്തിച്ച് കഴിച്ചാൽ ദുനിയാവിൽ മടുക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മൾ വലിയ വിലയുള്ള ഒരു ഫ്രൂട്ടാണെന്ന് വിചാരിക്കുക, കിലോന്
1,00,000 രൂപയുള്ള ഫ്രൂട്ടൊക്കെ ഉണ്ട് അല്ലേ, അങ്ങനെയുള്ള മാങ്ങകളൊക്കെ കിട്ടാനുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യം ഒരാൾക്ക് കിട്ടി, അത് വളരെ രുചികരമാണ്, റെയറാണ്, കിട്ടി. അയാൾക്ക് രാവിലെ ഉച്ചക്കൊക്കെ ഇതന്നെ മുറിച്ചു കൊടുത്താൽ വൈകുന്നേരം മുറിച്ച് പിറ്റേന്നായാൽ എന്തൊരു ലക്ഷം, ഇത് വേണ്ടെന്ന് പറയും. അതാണ് നമ്മുടെ അവസ്ഥ. നമുക്ക് എത്ര ഇഷ്ടമുള്ള പാനിയാണെങ്കിലും ശരി, നമുക്കിങ്ങനെ ഒരുപാട് കോരി തന്നാൽ പിന്നെ അത് മടുത്തു. മനുഷ്യനെ സംബന്ധിച്ചുള്ള ദുനിയാവ് അങ്ങനെയാണ്. എല്ലാ ദുനിയാവിലെ കാര്യം അങ്ങനെയാണ്. മടുക്കാത്തതായ ഒരു കാര്യം ദുനിയാവിലില്ല. ആവർത്തിച്ചിട്ടിയാൽ മതി. നമ്മൾ ഏത് കാര്യം ചിന്തിച്ചു നോക്കൂ. നമുക്ക് 1,00,000 രൂപയുടെ ഒരു റൂം ഒരാൾ ഒരു നേരം ഒരുക്കി തന്നു. നമ്മളവിടെ ഒരുപാട് ദിവസം ജീവിക്കുമ്പോഴേക്ക് പിന്നീട് നമുക്ക് അതിനോട് വലിയ ആദ്യം കണ്ട താല്പര്യമൊന്നും ഉണ്ടാവുകയില്ല. ഇനി പണത്തിന്റെ ഉദാഹരണം എടുക്കാൻ, ഒരാൾ ഡെയിലി നമുക്ക് 1,00,000 രൂപ തരാന്ന് പറഞ്ഞാലോ, 1,00,000 കിട്ടി, വലിയ താല്പര്യം, 1,00,000 കിട്ടി, 2,00,000 കിട്ടി. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കിട്ടുന്ന എണ്ണത്തിന് നമുക്ക് ഇതിനോട് വല്ല ആസ്വാദനം തോന്നുന്നുണ്ടോ? ഇല്ല. നേരത്തെ കിട്ടിയൊരു ആസ്വാദനം ഇതില്ല. ദുനിയാവിലുള്ള എല്ലാ ആസ്വാദനങ്ങളുടെയും അവസ്ഥ ഇതാണ്. ഒരുപാട് അതുമായി ഇടപഴകിയാൽ പിന്നീട് അതിനോടുള്ള താല്പര്യം നമുക്ക് പോകുന്നതായിരിക്കും. ദുനിയാവിലെ എല്ലാ ആസ്വാദനങ്ങളും അങ്ങനെയാണ്. ഒന്നുകിൽ അത് മുറിഞ്ഞു പോകും, കുറച്ച് കഴിഞ്ഞാൽ ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരും, കിട്ടിയത് പിന്നെ ഇല്ല എന്ന് പറയും. അതല്ലെങ്കിൽ ആവർത്തിച്ച് കിട്ടിയതിന്റെ മടുപ്പുണ്ടാകും. എന്നാൽ പരലോകത്ത് ഇത് രണ്ടുമില്ല. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കായ്കനികൾ നമുക്ക് നൽകും. അത് കാണാൻ ഒരുപോലെയാണെങ്കിലും അതിന്റെ രുചി വ്യത്യസ്തമായിരിക്കും. അതൊരിക്കലും നിലച്ചു പോവുകയില്ല. മനുഷ്യൻ ഓരോ ദിവസവും അനുഭവിക്കുന്നത് അവന്റെ അനുഗ്രഹങ്ങൾ, അതിന്റെ ആസ്വാദനങ്ങൾ വർദ്ധിക്കുക എന്നുള്ളതല്ലാതെ അത് അവന് മടുക്കുക എന്ന് പറയുന്ന കാര്യം സ്വർഗത്തിൽ ഇല്ലേ ഇല്ല. സ്വർഗത്തിന്റെ പ്രത്യേകത ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, മുറിഞ്ഞു പോകാത്തതായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിൽ നൽകുമെന്നുള്ളതാണ് പറയുന്നത്. ഇത്രയെല്ലാം പറഞ്ഞിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ, എന്നിരിക്കെ ഇതിനുശേഷം പരലോകത്തുള്ള പ്രതിഫല നടപടിയെക്കുറിച്ച് നിഷേധിച്ചു തള്ളാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് എന്താ? ഇവിടെ യൗമുദ്ദീൻ, ഇവിടെ ഉദ്ദേശിക്കുന്ന ബഅദു ബിദ്ദീൻ എന്ന് പറയുന്ന ഈ വാക്ക് നമ്മൾ മാലിക് യൗമുദ്ദീൻ ഓതുമ്പോഴുള്ള അതേ ദീനാണോ, അതല്ല വേറെ അർത്ഥത്തിലുള്ള ദീനാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പൊ മാലിക് യൗമുദ്ദീൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മുടെ ഇസ്ലാം ദീൻ എന്നല്ല, മറിച്ച് പ്രതിഫല ദിനത്തിന്റെ മാലിക്, ഉടമസ്ഥൻ എന്നാണ് അവിടെ അർത്ഥം. അതായത് ദീൻ എന്ന് പറയുന്നത് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഇസ്ലാം മതം എന്ന് പറയുന്ന അർത്ഥം, രണ്ടാമത്തേത് പ്രതിഫല ദിനം യൗമുൽ ജസാ എന്ന് പറയുന്ന അർത്ഥമുണ്ട്. ഇതിലേതാണ് ഇവിടെ പെടുന്നത്? ഇത് രണ്ടും പെടാൻ സാധ്യതയുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയാം. ഒന്നാമത്തെ അർത്ഥമാണെങ്കിൽ ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും ഈ ദുനിയാവിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കുമെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ അതിന് പരലോകത്ത് പ്രതിഫലം നൽകും എന്ന കാര്യത്തെക്കുറിച്ച് അതിനെ നിഷേധിച്ച് കളയാൻ നിനക്ക് എന്താണുള്ളത്? റബ്ബിന്റെ ദീനിന്റെ തെളിവുകൾ അത് വളരെ വ്യക്തമാണ്. സൂര്യനേക്കാളും പ്രകാശമുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ നിയമങ്ങളും ദീനിന്റെ കാര്യങ്ങളും. ഇങ്ങനെല്ലാം വ്യക്തമായിട്ട് അല്ലാഹു തആല ഈ ദീനിന് നിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു തന്നിട്ടും ഇതിനെ നിഷേധിച്ച് തള്ളാൻ മനുഷ്യൻ എന്താണ് നിന്നെ പ്രേരിപ്പിക്കുന്നത്? ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ, ഈ ദീനിനെ തള്ളിക്കളയാൻ നിനക്ക് എന്താണ് നിന്നെ പ്രേരിപ്പിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഇനി ദീൻ എന്ന് പറയുന്നത് ഇസ്ലാം ദീനാണെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതുകൊണ്ട് ഈ ഇസ്ലാം ദീൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ സത്യത്തെ തള്ളിക്കളയാൻ മനുഷ്യ നിന്നെ എന്താണ് പ്രേരിപ്പിക്കുന്നത്? ഇനി ഇസ്ലാം ദീനിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മറ്റേതെങ്കിലുമൊക്കെ ദീന് സ്വീകരിക്കുന്ന ആളുകൾ ചിന്തിച്ചു നോക്കും. എന്താണ് ഇസ്ലാമിനേക്കാൾ, അങ്ങനെയെങ്കിലും ചിന്തിച്ചാൽ ഇസ്ലാമിനേക്കാൾ എന്തു മേന്മയാണ് അതിനുള്ളത്? മേന്മകൾ എടുത്തു നോക്കിയാൽ പോലും ഒരു മേന്മയുമില്ല. ഇസ്ലാമുമായി താരതമ്യം ചെയ്യാൻ പോലും യാതൊരു വകുപ്പുമില്ലാത്തതായ മനുഷ്യനിർമ്മിതമായ മതങ്ങൾ, അതല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ലാതെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്ന മതം തന്നെ ഇല്ല എന്ന് പറയുന്ന ആളുകൾ, ഈ പറയുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ സത്യമായ ഇസ്ലാമിനെ നിഷേധിക്കാൻ എന്താണ് അവരെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നതുമാകാം ഇതിന്റെ ചോദ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ, എന്നിരിക്കെ ഇതിനുശേഷം പരലോകത്തെ പ്രതിഫല നടപടിയെക്കുറിച്ച് അതിനെ നിഷേധിച്ച് തള്ളാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അതല്ലെങ്കിൽ ഇസ്ലാം എന്ന സത്യത്തെ തള്ളിക്കളയാൻ നിനക്ക് എന്താണ് ന്യായമായിട്ടുള്ളത്? അലൈഹിസ്സല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല വിധികർത്താവല്ലയോ എന്നൊരു ചോദ്യത്തോടു കൂടിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് അവതരിപ്പിക്കുന്നത്. ഇവിടെ ബി അഹ്കമിൽ ഹാക്കിമീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്തിനെ കുറിച്ചാണോ അതല്ല അള്ളാഹുവിന്റെ ഹുക്മിനെ കുറിച്ചാണോ എന്നത് വ്യത്യസ്ത തഫ്സീറുകൾ വന്നതായി കാണാൻ സാധിക്കും. അലൈഹിസ്സല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ, ഏറ്റവും നല്ല ഹിക്മത്തുകളിലുള്ള ഏറ്റവും നല്ല ഹിക്മത്ത് പ്രയോഗിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലയോ എന്നാണ് ഒരു അർത്ഥം. യാതൊരു സംശയവുമില്ല. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ കാര്യവും അതിൻ്റെതായ സ്ഥാനത്ത്, യോജിച്ച സ്ഥാനത്ത് വെക്കുക എന്നുള്ളതാണ്. അതിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെക്കാളും ഹിക്മത്തുള്ളവനായി ആരും തന്നെയില്ല.
മനുഷ്യരിൽ ആർക്കെങ്കിലും ഹിക്മത്തുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അല്ല ചിലർക്ക് ചിലരെക്കാളും കാര്യങ്ങൾ ചെയ്യുവാനുള്ള കഴിവുണ്ടാകും. അള്ളാഹു താല നൽകിയ ഹിക്മത്തുകളല്ലാതെ മനുഷ്യർക്കില്ല. അവർക്കത് നേരത്തെ ഉണ്ടായിരുന്നില്ല, അവർ പിന്നീട് നേടിയെടുത്തതാണ്. അവർക്ക് ചിലർക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്ത് അത് താമ്മത്തുൻ കാമിലയാണ്, പൂർണ്ണമായതാണ്, പരിപൂർണമായതാണ്. അതിൽ യാതൊരു കുറവും വരാനില്ല. അത് ഒന്നും കൂടാനോ കുറയാനോ ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്ത് അത് പരിപൂർണമായ ഹിക്മത്താണ് എന്നാണ്. പിന്നീട് ഹിക്മത്തിന് അഹ്കാം എന്ന് പറയുന്നത് അത് ഹുക്കുമിൽ നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞത് കാണാം. അള്ളാഹുവിന്റെ വിധി എന്നുള്ള അർത്ഥത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് അൽ ഹുക്മുൽ ഖദ്രി, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രാപഞ്ചികമായ നിയമങ്ങൾക്കുള്ള വിധി. രണ്ട് അൽ ഹുക്മു ശർഈ, അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ വിധി. ഇതിൽ രണ്ടിലും ഏറ്റവും നല്ല വിധി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടേതാണ്. അള്ളാഹു തആലയുടെ പ്രാപഞ്ചികമായ വിധി എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ഒരാൾക്കും പുറത്തു പോകാൻ സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നാണോ രാവ് നിശ്ചയിച്ചത് അപ്പോഴേ സൂര്യൻ അസ്തമിച്ച് രാവ് ആരംഭിക്കുകയുള്ളൂ. എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂര്യൻ ഉദിക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ മാത്രമേ സൂര്യൻ ഉദിക്കുകയുള്ളൂ. എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണത്തിൽ മാത്രമേ ഇവിടെ കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ മഴ പെയ്യുന്നു, അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ മഴ പെയ്യാത്ത അവസ്ഥയുണ്ടാക്കുന്നു. ഈ രൂപത്തിലെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി മാത്രമാണ് അത് മുകളിൽ നിൽക്കുക. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ വിധിയാണ്. അള്ളാഹുവിന്റെ ശരീഅത്തിന്റെ വിധികളിൽ ഒന്നുപോലും അത് ന്യൂനതകളുള്ള ഒരു വിധിയുമില്ല. അള്ളാഹുവിന്റെ ഏറ്റവും നല്ല വിധിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലുള്ളത് എന്നുള്ളതാണ്. അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ, അള്ളാഹു വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും വലിയ വിധികർത്താവല്ലയോ? അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹുക്കും, അള്ളാഹുവിന്റെ നിയമം ഏറ്റവും നല്ല നിയമമല്ലയോ എന്ന ചോദ്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഈ സൂറത്തിലുള്ള പ്രധാനപ്പെട്ട ചില ഫായിദകൾ കൂടി വായിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതിലൊന്നാമത്തെ ഫായിദ ബയാനു അന്നൽ മഖ്ലൂഖാത്തി തതഫാദൽ. ഒരു വിഷയം, പടപ്പുകളിൽ ചിലതിനേക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ തീനിനെയും ജെയ്ത്തൂനിനെയും എടുത്തുകൊണ്ടാണ് സത്യം ചെയ്തത്. ഇപ്പൊ തീനിനും ജെയ്ത്തൂനിനും മറ്റു കായ്കനികളെക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റു കായ്കനികളെക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല 3 പ്രവാചകന്മാരെയും ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ്. ഇപ്പൊ തീനിനെയും ജെയ്ത്തൂനിനെയും സത്യം ചെയ്യുമ്പോൾ അവിടെ പ്രവാചകനായി ഉണ്ടായിരുന്ന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് അത് ഉദ്ദേശിക്കുന്നത്. തൂരി സീന പർവ്വതത്തെക്കുറിച്ച് സത്യം ചെയ്യുമ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ഉദ്ദേശിച്ചത്. മക്കയെക്കുറിച്ച് സത്യം ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉദ്ദേശിച്ചത് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3 പ്രവാചകന്മാർക്ക് മറ്റു പ്രവാചകന്മാരെക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്നാണ്. എന്നാൽ രണ്ട് കാര്യത്തിലും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഒന്നാമത്തേത് പണ്ഡിതന്മാർ പറയാറുള്ളത് അത് ഫദ്ലുൻ വ നഖ്സ് എന്നാണ് പറയാം. ഒന്നിനേക്കാളും കുറവ് ഉണ്ടാകും, മറ്റേത് മുന്തിച്ചു നിൽക്കുകയും ചെയ്യും. പത്തിക്ക് അതേപോലെ തന്നെ ഈ ഒലീവിന് ചില കുറവുകൾ, ചില ഉപകാരങ്ങൾ ഉണ്ടാകുമ്പോൾ അതില്ലാത്തതായ കുറവുകളുള്ള വേറെ ചിലതുണ്ടാകും, അല്ലെ? അറിയാം, നമുക്ക് എല്ലാ ഫ്രൂട്ട്സും ഒരേ കാര്യങ്ങളല്ല. എന്നാൽ പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾ മറ്റൊരാൾക്കാളും ശ്രേഷ്ഠരാണ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് കുറവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് കമാലുല്ലാ നഖ്സ്, അവർക്ക് ഏറ്റവും മുന്തിയ ആളുകൾ മാത്രമാണ് പ്രവാചകന്മാർ. ഒരാളെക്കാളും യാതൊരു ന്യൂനതയുമില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയാം, നമുക്ക് ഫദ്ൽ എന്നുള്ള നിലക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാക്കിയുള്ള എല്ലാ അമ്പിയാക്കളെക്കാളും ശ്രേഷ്ഠതയുണ്ട്. ഉലുൽ അസ്മിന് 5 പ്രധാനപ്പെട്ട പ്രവാചകന്മാർക്ക് ബാക്കിയുള്ള അമ്പിയാക്കളെക്കാളും ശ്രേഷ്ഠതയുണ്ട്. അവർക്ക് ഇവരെക്കാളും കമാലുണ്ട് എന്ന അർത്ഥത്തിൽ പറയാം. പക്ഷെ മറ്റവർക്ക് നഖ്സുണ്ട് എന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ അത് പറയാൻ പാടില്ല. ഇപ്പൊ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെക്കാളും മുന്തിയതാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ ഒരാളെ കുറവ് ഉദ്ദേശിച്ചുകൊണ്ടാണ്, അവർക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ട്, ആ പ്രവാചകൻ അത്ര പോരാ എന്ന രൂപത്തിലാണ് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് പാടില്ലാത്ത കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള നുഫരിഖു ബൈന ഐദിഹിം, അവരിൽ ഒരാളെയും നമ്മൾ വേർതിരിക്കുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലക്കുള്ള ശ്രേഷ്ഠതകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് ഓരോ നാടിനും ശ്രേഷ്ഠതകൾ ഉണ്ടാകുന്നത് അവരെ ആര് ജീവിക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥത്തിലാണ്. ഈ 3 നാടിനും ശ്രേഷ്ഠത ഉണ്ടായതും അങ്ങനെയാണ്. ഫിലിസ്തീനിന് ശ്രേഷ്ഠത ഉണ്ടായത് അമ്പിയാക്കൾ അവിടെ ജീവിച്ചത് കൊണ്ടാണ്. അതേപോലെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമാണ് അവസാനമായി അവിടെ ഉണ്ടായിരുന്ന പ്രവാചകൻ. അതുപോലെ തന്നെ ഈജിപ്തിന് ശ്രേഷ്ഠത ഉണ്ടായത് തൂര് സീനക്ക് പറഞ്ഞിട്ടുള്ളത് അത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ജീവിച്ചത് കൊണ്ടാണ്. അവിടത്തേക്കുള്ള വഹി അള്ളാഹു സംസാരിച്ച സ്ഥലമായതുകൊണ്ടാണ്. അതേപോലെ തന്നെ മക്കൾക്കുണ്ടായിരുന്ന ശ്രേഷ്ഠതം അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്നതാണ്. അതിനു മുമ്പ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും മകനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഇങ്ങനെ ആളുകൾ ഉള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു നാടിന് ശ്രേഷ്ഠതകൾ ഉണ്ടാകുന്നത്. അത് നമുക്കിനി നിശ്ചയിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അത് നിശ്ചയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്.
അതുകൊണ്ട് തന്നെ കഴിവോ ശക്തിയോ കൊണ്ടൊന്നും അള്ളാഹു ഒരു നാടിനെ മറ്റൊരു നാടിനേക്കാൾ ശ്രേഷ്ഠത ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. കഴിവുണ്ട്, ശക്തിയുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള പവറുണ്ട്. ഇതൊന്നും ഒരു നാട് മറ്റൊരു നാടിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതായി നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതേപോലെ സഹോദരങ്ങളെ, ഇവിടെ റബ്ബു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾക്ക് ശ്രേഷ്ഠത ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൽ നിന്നും നമുക്ക് തോന്നിയതുപോലെ ബറക്കത്തെടുക്കുക, തബറുക്ക് എന്ന് പറയുന്ന വിഷയം പാടില്ലാത്ത കാര്യമാണ്. ചില ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. തൂര് സീനയെ കുറിച്ച് പറയുമ്പോൾ ഒരാൾ തൂര് സീനയിൽ പോയി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാമെന്ന് ഉദ്ദേശിച്ചാലോ അത് ബിദ്അത്തായി തീരും. എന്തുകൊണ്ടാണ്? കാരണം തൂര് സീനക്ക് ശ്രേഷ്ഠതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൊട്ട് സത്യം ചെയ്തു. പക്ഷേ അവിടെ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. 3 മസ്ജിദുകളിലേക്ക് മാത്രമേ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പോകാൻ പാടുള്ളൂ. ലാ തുഷദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്. 3 മസ്ജിദിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ചു പോകാൻ പാടില്ല. ഏതൊക്കെയാണത്? മസ്ജിദുൽ ഹറമാണ് മക്കത്ത്, 2 മസ്ജിദുൽ നബവിയാണ് മദീനത്ത്, 3 മസ്ജിദുൽ അഖ്സയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് മുസ്ലിമീങ്ങളുടെ കയ്യിൽ പൂർണ്ണ ശക്തിയോടുകൂടി ആ മസ്ജിദ് തിരിച്ചു തരുമാറാകട്ടെ. സഹോദരങ്ങൾ, ഈ 3 മസ്ജിദിലേക്ക് പുണ്യം പ്രതീക്ഷിച്ച് പോകാൻ പാടുള്ളൂ. അതല്ലാത്ത ഒരു സ്ഥലവും ഇല്ല, ഒരു മലയും ഇല്ല, ഒരു കുന്നും ഇല്ല, ഒരു സ്ഥലവും ഇല്ല. ആളുകൾ എവിടെ പോയാലും കയറി നിസ്കരിക്കും. ഹിറാ ഗുഹയിൽ പോയാൽ 2 റക്അത്ത് നിസ്കരിക്കും. വഹി ഇറങ്ങിയതല്ലേ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഒരിക്കൽ പോലും അവിടെ പോയിട്ട് തന്നെ ഇല്ല. പിന്നീടല്ലേ അവിടെ പോയി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ. അപ്പൊ ഈ തൂര് സീന ആളുകൾ വിചാരിക്കും മുബാറക്കായ മലയാണല്ലോ, അപ്പൊ ആ മലയിൽ നിന്ന് കുറച്ച് മണ്ണൊക്കെ കൊണ്ടുപോവുക. ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, ചെയ്യുന്നവരുണ്ട്. ഇവിടെ ഉഹദിലെത്തിയാൽ ഉഹദിലെ മലയിൽ പോയി മണ്ണെടുത്ത് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. ഉഹദിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശ്രേഷ്ഠത ഉണ്ട്. ഉഹദ് നമ്മെ ഇഷ്ടപ്പെടുന്നു, നമ്മൾ ഉഹദിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദിന് പ്രത്യേകതകളുണ്ട്, പല ഉദാഹരണങ്ങളിൽ ഉഹദിനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഉഹദിൽ ഒരു തബറുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത രൂപത്തിൽ അവിടുത്തെ മണ്ണെടുത്തുകൊണ്ട് വന്ന് അതിലെന്തെങ്കിലുമൊക്കെ ആയി വെള്ളം കലക്കി കുടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അത് ബിദ്അത്തായി തീരും. നമുക്ക് തോന്നിയതുപോലെ ദീന്റെ കാര്യങ്ങൾ, നിയമങ്ങൾ നിശ്ചയിക്കാൻ നമുക്ക് അനുവാദമില്ല. അവിടുത്തെ മണ്ണിന് പ്രത്യേകതയുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒരിക്കലും മദീനയുടെ മണ്ണിന് പോലും പ്രത്യേകതയുണ്ട്. ആ മണ്ണ് എന്തെങ്കിലുമൊക്കെ പ്രത്യേക ശിഫയുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. സ്വഹാബികൾ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ ബറക്കത്ത് എന്തിനാണോ ഉള്ളത് അത് ദീൻ കൊണ്ട് തെളിയണം. കാരണം ബറക്കത്ത് നൽകുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇനി ബറക്കത്ത് നൽകിയതിന് തന്നെ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുകൂടി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇപ്പൊ മസ്ജിദുൽ നബവിക്ക് ബറക്കത്തുണ്ടോ? ഉണ്ട്. മസ്ജിദുൽ ഹറമിന് ബറക്കത്തുണ്ടോ? ഉണ്ട്. അവിടുത്തെ ബറക്കത്ത് എങ്ങനെയാണ്? അവിടെ ഇബാദത്ത് ചെയ്തുകൊണ്ടാണ്. മസ്ജിദുൽ ഹറമിൽ നമ്മൾ നിസ്കരിക്കുന്ന 2 റക്അത്തിന് 1,00,000 പ്രതിഫലം കിട്ടും. അതാണ് അവിടുത്തെ ബറക്കത്ത്. കസ്റത്തുൽ ഖൈർ, ഒരുപാട് നന്മ കിട്ടുക എന്നുള്ളതാണ്. മസ്ജിദുൽ നബവിയിൽ നമ്മൾ നിസ്കരിച്ചാൽ 1000 പ്രതിഫലം നമുക്ക് കിട്ടും. അതല്ല ഒരാൾ മസ്ജിദുൽ ഹറമിൽ പോയി അവിടെയുള്ള എന്തെങ്കിലുമൊക്കെ മരമോ അവിടെയുള്ള എന്തെങ്കിലുമൊക്കെ വാതിലുകളോ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയ വാതിലൊക്കെ ആയിരിക്കും, അതിലൊക്കെ പോയി തുണിയൊക്കെ വരച്ച് അങ്ങനെ ബറക്കത്ത് പ്രതീക്ഷിക്കുന്ന സാധുക്കളായ ആൾക്കാരെ കാണാൻ പറ്റും. അല്ലെ, കൊല്ലം അവിടുന്ന് മാറ്റുന്ന കില്ല, അതിൽ ബറക്കത്തുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ആ കില്ലയിൽ പോയി എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ മുസല്ലയൊക്കെ ഒന്ന് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നിസ്കരിക്കുമ്പോൾ എന്തെങ്കിലും ബറക്കത്തുണ്ട്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുവല്ല ഖൈറുള്ള കാര്യമാണെങ്കിൽ അവിടുന്ന് പഠിപ്പിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ഈ രൂപത്തിലുള്ള കില്ലകളുണ്ടോ? ചിന്തിച്ചു നോക്കണം. അവർ ആ രൂപത്തിൽ അങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. ഹജറുൽ അസ്വദിനെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ബറക്കത്താണ് നമുക്കത് പഠിപ്പിച്ചു തന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നമുക്ക് ഹജറുൽ അസ്വദിനെ ചുംബിക്കുമ്പോൾ കിട്ടുന്ന ബറക്കത്ത് ആ സുന്നത്ത് അമൽ ചെയ്യുമ്പോഴുള്ള ബറക്കത്താണ്. അതല്ലാതെ ഹജറുൽ അസ്വദ് പോലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വസ്തു ഹജറുൽ അസ്വദിൽ വരച്ചു കൊണ്ടുവന്നിട്ട് അതിലെന്തെങ്കിലും ഒരു ബറക്കത്തുണ്ട് എന്ന് വിശ്വസിക്കാവുന്നതല്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആളുകൾ കേൾക്കേ പറഞ്ഞു, നീ ഒരു ഹജറാണ്, ലാ തൻഫഉ വലാ തദുർ, നിനക്കൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കുകയില്ല. ഹജറുൽ അസ്വദിനോട് പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും നിന്നെ ചുംബിക്കുന്നത് കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനും നിന്നെ ചുംബിക്കുമായിരുന്നില്ല എന്ന് ആര് പറഞ്ഞു കൊടുക്കാൻ? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാൻ. ഉമറിന്റെ കൂടെ തവാഫ് ചെയ്യുന്ന ഒരാൾ ഹജറുൽ അസ്വദ് വിട്ട് കഴിഞ്ഞ് അടുത്ത മൂലയും കൂടി അവിടുന്ന് കൈവെക്കുന്നത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അയാളോട് ചോദിച്ചു, നീ നബിയുടെ കൂടെ തവാഫ് ചെയ്തവനല്ലേ? അയാൾ പറഞ്ഞു, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജറുൽ അസ്വദ് അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് തൊടുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ നീ നടന്നുകൊള്ളുക എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാം. അപ്പോൾ നമുക്ക് എന്താണ് ബറക്കത്ത് എന്നുള്ളത് ദീനിൽ നിശ്ചയിക്കണം. നമുക്കൊരു ഐഡിയ ഉണ്ട്. അപ്പൊ മക്ക ബറക്കത്തുള്ളതാണ്, മസ്ജിദുൽ ഹറം ലക്ഷക്കണക്കിന് പ്രതിഫലം കിട്ടുന്നതാണ്, അതുകൊണ്ട് അവിടെയുള്ള അത് തൊടുക, അവിടെ ഇത് തൊടുക, അവിടെ അത് എടുത്തുകൊണ്ട് വരിക, അവിടെയുള്ള മണ്ണൊക്കെ വാരിക്കൊണ്ടുവരിക, പോക്കറ്റിൽ ഇട്ടുകൊണ്ടുവരിക, ഇതൊന്നും ബറക്കത്തല്ല, ഇത് ബിദ്അത്തായി തീരും എന്ന കാര്യം സഹോദരങ്ങളെ പ്രത്യേകം മനസ്സിലാക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദീൻ യഥാവിധത്തിൽ മനസ്സിലാക്കാനും യഥാരൂപത്തിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും അത് അമലുകളിൽ കൊണ്ടുവരാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.